हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 48 പദ്യത്തിലാണ് എത്തിയിരിക്കുന്നത്. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ലാഭങ്ങൾ നോക്കാതെ സമഭാവന യോഗമാം യോഗിയായി സംഗമേലാതെ കർമ്മം ചെയ്യുക ധനഞ്ജയ. ഏ ധനഞ്ജയ, യോഗസ്ഥഃ സംഘം ത്യജിച്ച് യോഗസ്ഥനായിട്ട് സിദ്ധ്യസിദ്ധ്യോ സമഃ ഭൂത്വ ജയാജയങ്ങളിലെ സമഭാവത്തോടെ ദർശിച്ച് അല്ലെങ്കിൽ അങ്ങനെ നിലനിന്ന് കർമാണി കുരു കർമ്മങ്ങൾ ചെയ്യൂ. സമത്വം യോഗ ഉച്യതേ, സമചിത്തതയെ യോഗമെന്ന് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ പദ്യത്തിൽ നമ്മൾ ആത്മസാക്ഷാത്കാരം എങ്ങനെ നേടാം എന്നുള്ളതിൻ്റെ ഉപദേശങ്ങളാണ് ശ്രീകൃഷ്ണൻ കൊടുത്തിരുന്നത് അർജുനന്. ഇവിടെ വീണ്ടും കർമ്മയോഗ രഹസ്യം ഒന്നും കൂടെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അത് നമ്മുടെ മാർഗമാണ് എന്നുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ കർമ്മയോഗികൾ അനുഭവിക്കുന്ന ആനന്ദ നിർവൃതി അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക, സ്വായത്തമാക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കുകയാണ്. അതിന് യോഗത്തെ അവലംബിക്കൂ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്താണ് യോഗം? അപ്പോൾ യോഗം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സമനിലയാണ്. സമത്വം യോഗ ഉച്യത എന്നാണ് അവസാനം പറഞ്ഞത്. സുഖം വന്നാലും ദുഃഖം വന്നാലും ആ അനുഭവങ്ങളെയെല്ലാം ഒരേപോലെ, നാളെ ദുഃഖിക്കുന്നു അതേപോലെ തന്നെ സുഖത്തെയും കൈകാര്യം ചെയ്യുക. അതായത് അമിതമായി ദുഃഖിക്കേണ്ട ആവശ്യമില്ല, അമിതമായ സന്തോഷവും കാണിക്കേണ്ട ആവശ്യമില്ല, സുഖിക്കേണ്ട ആവശ്യമില്ല. രണ്ടും സമചിത്തതയോടെ നേരിടൂ. അങ്ങനെ ഉള്ള കർമ്മം ചെയ്യാനാണ് ഈ ഭഗവത്ഗീത നമ്മളെ എല്ലാവരെയും തന്നെ ഉപദേശിക്കുന്നത്. ഇവിടെ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് സാധിക്കുന്നത്? മനസ്സിനെ സുഖവും ദുഃഖവും ഒരുപോലെ തന്നെ കാണണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പോൾ നമ്മളുടെ മിഥ്യാസങ്കല്പങ്ങൾ, അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ, അമിതമായിട്ടുള്ള ഭയാശങ്കകൾ, പിന്നെ നമ്മളിങ്ങനെ മനസ്സിൽ ആകാശക്കോട്ടകൾ കെട്ടുമല്ലോ, അതൊക്കെ ഇല്ല, അതൊന്നും വേണ്ട, അതൊക്കെ വെടിയുക. മനസ്സിൽ നിന്ന് തെറ്റായ ചിന്തകൾ മുഴുവൻ നീക്കുക. എന്നാൽ മാത്രമേ കർമ്മയോഗം അനുഷ്ഠിക്കാനാവുള്ളൂ. അപ്പോൾ വീണ്ടും സംശയം, ഇതെങ്ങനെ എത്രയൊക്കെ പറ്റുക നമുക്ക്? സാധാരണ മനുഷ്യന്മാർക്ക് ഇതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ? ഇതിപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പറയണത്, നമ്മളെ നിർവീര്യമാക്കുന്നതെല്ലാം നമ്മുടെ, അതായത് നമ്മളിങ്ങനെ ജീവിക്കുന്നതിന് കാരണം അഹന്തയാണ്. അപ്പോൾ അഹന്ത എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തെ പറ്റിയിട്ടുള്ള സ്മരണകൾ എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഭാവിയിൽ എന്താണെന്നുള്ള ടെൻഷൻ വന്നുകൊണ്ടിരിക്കും. പ്രതീക്ഷകളാണ്. ഇതൊക്കെ വെറും വിഡ്ഢിത്തരങ്ങളാണ്. നമ്മളിപ്പോൾ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്, പഴയതിനെ പറ്റി ചിന്തിച്ചിട്ടും കാര്യമില്ല. ഭൂതകാലം മരിച്ചു കഴിഞ്ഞു, ഭാവിയാണെങ്കിൽ ജനിച്ചിട്ടുമില്ല. ഇപ്പം നമ്മുടെ കൂടെ എന്താ ഉള്ളത്? വർത്തമാനകാലം മാത്രമേ ഉള്ളൂ. അപ്പോൾ വർത്തമാനകാലത്തിൽ നമ്മൾ വേണ്ട പോലെ വിനിയോഗിക്കുക, സംഘം വെടിഞ്ഞ് സമചിത്തതയോടെ കർമ്മങ്ങൾ ചെയ്യുക എന്നാണ്. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്തിനാണ് ആവശ്യമില്ലാതെ പഴയതിനെ പറ്റി ചിന്തിക്കുന്നത്? ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് ചിന്തിച്ച് ഇപ്പം തന്നെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാണ്? രണ്ടും വേണ്ട. ഉള്ള വർത്തമാനകാലം, ഇപ്പം നമ്മൾ ജീവിക്കുന്ന വർത്തമാനകാലം നന്നായി ഉപയോഗിച്ച് അതിനനുസരിച്ച് കർമ്മം ചെയ്യൂ. അപ്പം ഭൂതവും ഭാവിയൊക്കെ മാറ്റി വെച്ചിട്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന കർമ്മത്തിൽ ആത്മാർത്ഥത, വളരെയധികം ആത്മാർത്ഥത കാണിക്കുക, അതിൽ നിർവൃതി നേടുക നമ്മൾ. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടം അതിമഹത്തരമായിരിക്കും. നമ്മൾ ഫലത്തെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല, തന്നെ നമുക്ക് വന്നോളും. അതായത് നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അത് വളരെ ആത്മാർത്ഥതയോടെ, ഇപ്പോൾ കലാകാരൻ ഒരു രൂപം കൊത്തിയെടുക്കുകയാണെങ്കിൽ അയാളുടെ കോൺസെൻട്രേഷൻ മുഴുവനായിട്ടും അതിലായിരിക്കും. മുന്നിൽ ആര് വന്ന് നിന്ന് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാലും അയാൾ ചിലപ്പോൾ ശ്രദ്ധിക്കുക പോലും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിലായിരിക്കും കോൺസെൻട്രേഷൻ ഉണ്ടാവണം. അല്ലാതെ ചുറ്റും നടക്കുന്ന മുഴുവൻ അന്വേഷിച്ചിട്ട് പഠിക്കാനിരുന്നാൽ
കോൺസെൻട്രേഷൻ കിട്ടില്ലല്ലോ. അതേപോലെ തന്നെ എന്താണോ നമ്മൾ ചെയ്യുന്ന കർമ്മം അതിൽ മാത്രം ലയിച്ച് കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ നമ്മെ തന്നെ മറന്ന് കർമ്മത്തിൽ മാത്രം മുഴുകുന്ന യോഗിക്ക് കർമ്മഫലത്തെക്കുറിച്ചിട്ട് യാതൊരു ടെൻഷനും ഇല്ല. എന്താണ് അത് നേട്ടമായിക്കോട്ടെ കോട്ടമായിക്കോട്ടെ, അത് ഭാവിയാണ്. ഭാവി നമുക്കറിയില്ലല്ലോ. അപ്പോൾ വർത്തമാനം വിട്ട് ഭാവിയിൽ ജീവിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അത് ബുദ്ധിശൂന്യതയാണ്. അപ്പോൾ വർത്തമാനകാലം ഓരോ നിമിഷവും നമ്മൾ ബുദ്ധിപൂർവം വിനിയോഗിക്കണം. ഇതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹേ അർജുന സംഘം ത്യക്ത്വാ, അഹങ്കാരം വെടിഞ്ഞ് നേട്ടമോ ഓട്ടമോ ഒന്നും ചിന്തിക്കേണ്ട. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ, മനസ്സിനെ യോഗാവസ്ഥയിൽ ഉറപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യൂ. യോഗസ്ഥ കുരു കർമാണി, കർമ്മങ്ങൾ അങ്ങനെ വേണം ചെയ്യാനെന്ന് വീണ്ടും അർജുനനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഈ സമചിത്തതയോടെ കർമ്മം ചെയ്യുന്നതിനെയാണ് നമ്മൾ യോഗം എന്ന് പറയുന്നത്. അതാണ് സമത്വം യോഗ ഉച്യതേ എന്ന് പറഞ്ഞത്. ഇനി 49ാമത്തെ ശ്ലോകമാണ്. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണഫലഹേതവ. യോഗബുദ്ധിയഴും കർമ്മം ശ്രേഷ്ഠമെന്നേറ്റുകൊള്ളുക. ഫലകാമന കർപ്പണ്യം യോഗഭാവേനയുത്തമം. ധനഞ്ജയ, കർമ്മബുദ്ധിയോഗാത് ദൂരേണ അവരം ഹി തസ്മാത് ബുദ്ധൗ ശരണം അന്വിച്ഛ ബലഹേതവഃ കൃപണാഃ. ഹേ അർജുന, കാമ്യകർമ്മം ബുദ്ധിയോഗത്തേക്കാൾ വളരെ നിഷ്കൃഷ്ടമാണ്. അതിനാൽ ബുദ്ധിയെ അല്ലെങ്കിൽ ജ്ഞാനത്തെ ശരണം പ്രാപിക്കൂ. ഫലേച്ഛുക്കൾ ദീനന്മാരാണ്. എന്താണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്, എന്താണ് ഇതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് ചിന്തിച്ച് കർമ്മം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. ഫലമൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ എൻ്റെ കർമ്മം വളരെ വൃത്തിയായിട്ട് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുന്നു. അങ്ങനെ ചിന്തിച്ച് കർമ്മങ്ങൾ ചെയ്യൂ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും അർജുനനെ മാറ്റിയെടുക്കണമല്ലോ. വിഷണ്ണനായിട്ടിരിക്കുന്ന അർജുനനെ എങ്ങനെയെങ്കിലും നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ ബൂസ്റ്റും ഹോർലിക്സും കൊടുത്ത് ആൾക്ക് ഉണർവ് വരുത്തുക എന്ന് പറയുന്ന പോലെ ഇത് തന്നെ വീണ്ടും ഒന്നും കൂടെ മനസ്സിലാവുന്നവരെ കുട്ടികളെ പഠിപ്പിക്കില്ലേ നമ്മൾ, അതേപോലെ വീണ്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫലം ആലോചിച്ച് ജോലികൾ ചെയ്താൽ അത് നമ്മളുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കും. എന്താണ്, കിട്ടുമോ അല്ലെങ്കിൽ എത്തുമോ നമ്മൾ വിചാരിച്ച കാര്യത്തിൽ എത്തുമോ എന്നിങ്ങനെ ടെൻഷനായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കർമ്മത്തിൽ എന്താണ്, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റില്ല. കാരണം എപ്പോഴും മനസ്സെന്താണ്, അസ്വസ്ഥമാണ്. പക്ഷേ ഫലത്തെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ലെങ്കിലോ മനസ്സവിടെ സ്വസ്ഥമാണ്. അപ്പോൾ കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ ബുദ്ധിയോഗം എന്ന് പറയണത് മനസ്സിലെ അന്ധകരണത്തിലെ നിശ്ചയാത്മകമായിട്ടുള്ള ഘടകമാണ് ബുദ്ധി. സംശയാത്മകമായത് മനസ്സും. ഇത് രണ്ട് തലത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. രണ്ടും കൂടെ ഒരുമിച്ച് വരണമെങ്കിൽ മനസ്സിൻ്റെ ചാബല്യങ്ങളെ നിശ്ചയാത്മകമായിട്ടുള്ള ബുദ്ധിയുടെ വിവേകശക്തി കൊണ്ട് നിയന്ത്രിക്കുക തന്നെ വേണം. അങ്ങനെ നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ ബുദ്ധിയോഗം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മൾ ശരിക്കും. മനസ്സെപ്രകാരമാണോ അല്ലേ, മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയണ പോലെ മനസ്സെപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് മനുഷ്യനും. മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ മനുഷ്യൻ അസ്വസ്ഥൻ, മനസ്സ് ശുദ്ധമാണെങ്കിലോ അയാളും ശുദ്ധൻ. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ, അയാൾ ഒരു ശുദ്ധനാന്നൊക്കെ. അപ്പോൾ മനസ്സിൻ്റെ തന്നെ ആന്തരവുമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് മനസ്സും ബുദ്ധിയും. അത് രണ്ടും വേറെ ഭിന്നമായിട്ട് നിൽക്കാതെ ഒരുമയോടെ നിൽക്കണം. അങ്ങനെ നിൽക്കുന്നവരെയാണ് നമ്മൾ പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ ആരുടെയെങ്കിലും കാര്യത്തിൽ അങ്ങനെയാണോ? നമ്മളുടെ മിക്കവാറും എല്ലാവരുടെയും തന്നെ നില മറിച്ചാണ്. എല്ലാ ആൾക്കാരുടെയും മനസ്സും ബുദ്ധിയും വേറെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ മനസ്സിന് ബുദ്ധിയോടൊപ്പം പ്രവർത്തിക്കാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ ബുദ്ധിക്ക് മനസ്സുമായിട്ട് ഇണങ്ങാൻ പറ്റാതെ വരും. അപ്പോൾ ആശയക്കുഴപ്പങ്ങൾ വർദ്ധിക്കും.
നമ്മളുടെ തമ്മിലുള്ള മനസ്സും ബുദ്ധിയും തമ്മിലുള്ള വിടവ് കൂടിക്കൂടി വരും. അപ്പോൾ അഭിമാനം വരും, അഹങ്കാരം വരും, സ്വാർത്ഥത വരും. ഇതൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ മനസ്സിനൊരു കടിഞ്ഞാണിട്ട് കൊടുക്കണം. ബുദ്ധിയുടെ സ്വാധീനത്തിലും നിയന്ത്രണത്തിലും മാത്രമേ മനസ്സേ നീ പ്രവർത്തിക്കാവുള്ളൂ എന്ന് മനസ്സിനെ മെരുക്കിയെടുക്കണം. ഇതാണ് ഗീതോപദേശം, അതാണ് ഗീതയിൽ പറയുന്നത്. അപ്പോൾ ആ വിടവ് കുറച്ച് കുറച്ച് വന്ന് അതിൻ്റെ രണ്ടും കൂടെ ഇണങ്ങി ചേരുന്നതിനെയാണ് എപ്പോഴും നമ്മൾ യോഗം എന്ന് പറയുന്നത്. തമ്മിൽ ചേരുന്നതാണല്ലോ, അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. അതാണ് ബുദ്ധിയോഗം. ആരുടെയാണോ മനോബുദ്ധികൾ, മനസ്സും ബുദ്ധിയും ഇണങ്ങി ചേർന്നിരിക്കുന്നത്, അവരെയാണ് നമ്മൾ യോഗി എന്ന് പറയുന്നത്. അപ്പോൾ ഈ യോഗികളുടെ മനസ്സ് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരേപോലെ, സുഖത്തിലായാലും ദുഃഖത്തിലായാലും ഒരേപോലെയാണ് പ്രതികരിക്കുള്ളൂ. അങ്ങനെ പ്രതികരിക്കുന്നതുകൊണ്ട് അവർക്ക് കർമ്മത്തിൻ്റെ ഫലം എന്താണ് എന്നുള്ളത് അവർ ചിന്തിക്കാത്തത് കൊണ്ട് സമചിത്തതയോടെ നിലനിൽക്കാൻ പറ്റും. അങ്ങനെ ബുദ്ധിപൂർവം കർമ്മം ചെയ്യുക, എന്നിട്ട് നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കിയിട്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുതന്നെയാണ് ഗീതോപദേശം. അപ്പോൾ ഈ നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾക്ക് പുതിയ തരം വാസനകൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പഴയതിൻ്റെ വീര്യം കുറയുകയും ചെയ്യും. പഴയവ ക്ഷയിച്ച് പോകും. ഫലം ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നവരെയാണ് ഇവിടെ കൃപണർ എന്ന് പറഞ്ഞത്. ദയനീയരാണ് അവർ, അവസാനത്തെ വരിയിൽ പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം, ജീവിത വിജയത്തിൻ്റെ രഹസ്യം എന്നുള്ളത് വീണ്ടും ശ്രീകൃഷ്ണൻ സൂചിപ്പിച്ചു കൊടുക്കുകയാണ്. മനസ്സും ബുദ്ധിയും ഒരേപോലെ പ്രവർത്തിപ്പിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് എല്ലാത്തിലും സമചിത്തത കൈവരിച്ച് ജീവിക്കൂ. എന്നാൽ മാത്രമേ മഹത്തായിട്ടുള്ള ഫലം ഉണ്ടാകൂ. ഇനി 50ാമത്തെ ശ്ലോകമാണ്. ഭുക്തിയുക്തോ ജഹാദേഹ ഉഭേ സുഹൃതദുഷ്കൃതേ തസ്മാദ്യോഗായ യുജ്യസ്വ യോഗകർമ്മസു കൗശലം. കർമ്മത്തിൻ കൗശലം താനീ യോഗമെന്നോർക്കുക അർജുന, യോഗമേൽക്കുന്നവന്നേൽക്കാ ഭോഗം സുഹൃതദുഷ്കൃതം. അർജുനനോട് വീണ്ടും പറയാണ്, ഭുക്തിയുക്തഃ ഇഹ സുഹൃതദുഷ്കൃതേ ഉഭേ ജഹാതി തസ്മാത് യോഗായ യുജ്യസ്വ കർമ്മസു കൗശലം യോഗഃ. സമചിത്തത കൈവരിച്ച് യോഗി ഈ ജന്മത്തിൽ തന്നെ പുണ്യം പാപവും ഒക്കെ ത്യജിക്കുന്നു. അതിനാൽ യോഗത്തിനായി പ്രയത്നിക്കൂ. കർമ്മകുശലത തന്നെയാണ് യോഗം. ഒന്നും കൂടെ യോഗത്തിന് വേറൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. നേരത്തെ സമചിത്തത എന്ന് പറഞ്ഞു, രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ കർമ്മകുശലതയാണ് യോഗമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സമചിത്തത കൈവരിച്ച് മനസ്സിൻ്റെ ചാബല്യങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ട് ബുദ്ധിയുടെ വിവേകത്തിൽ ഉറച്ച് ജീവിക്കുകയാണെങ്കിൽ അവൻ ഇപ്പം തന്നെ വർത്തമാനകാലത്തിൽ തന്നെ പുണ്യപാപങ്ങൾക്ക് അതീതനായിട്ട് മാറും. അപ്പോൾ ഈ സുഹൃതം ദുഷ്കൃതം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. അതിങ്ങനെ മനസ്സിൽ പല വാസനകളും ഇങ്ങനെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മളെ ആ കോളിളക്കത്തിൽ നിന്നൊക്കെ ഇപ്പോൾ കടലിൽ തിര വന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് കരയിലേക്ക് എത്തുന്ന പോലെ ആ കോളിളക്കത്തിലൊന്നും പെടാതെ അതിലേക്ക് ലയിക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും ബാധിക്കില്ല. ഈ ശരീരം മനസ്സ് എന്നൊക്കെ പറയണത് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ പുറന്തോട് മാത്രമാണ്. നമ്മൾക്ക് മറ്റുള്ള മൃഗങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താണ്? മനുഷ്യന് വിവേകബുദ്ധി തന്നിട്ടുണ്ട് അല്ലേ, മറ്റുള്ള ജീവികൾക്കില്ല. അപ്പോൾ എന്നിട്ടും നമ്മളത് വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യൻ എന്ന പദവിക്ക് അർഹനേ അല്ല എന്ന് അർത്ഥം. അപ്പോൾ അർജുനനോട് പറയാണ്, നീ ഈ സ്ത്രൈണഭാവമൊക്കെ വെടിഞ്ഞിട്ട് നീ ഉണർവ് നേടൂ, നീ അങ്ങനെ പ്രവർത്തിക്കൂ. നിൻ്റെ ബുദ്ധിയുടെ നിലവാരത്തിലേക്ക് നിനക്ക് ഉയരാൻ പറ്റാത്തത് കൊണ്ടാണ് നീ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ കുടുങ്ങിപ്പോയത്. നീ ഒരു ഭീരുവായിട്ട് മാറുകയാണ് അവിടെ ചെയ്തത്. മനുഷ്യജന്മം വിശിഷ്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കൂ. അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനു മുന്നേയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ സഞ്ചിത വാസനകൾ. അപ്പോൾ നമ്മൾക്ക് പുണ്യവും പാപവും ഈ ജന്മത്തിൽ ചെയ്തു തീർക്കാനുണ്ടാവും. അതെല്ലാം ചെയ്തു തീർത്ത് മുക്തനാവണമെങ്കിൽ അങ്ങനെ ബുദ്ധിയുടെ ഉയർന്ന തലത്തിലേക്ക് എത്തിയാൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നീ യോഗത്തിന് തയ്യാറാവൂ.
അപ്പം യോഗത്തിന് 2 ഡെഫിനിഷൻസ് പറഞ്ഞു. മനസ്സിൻ്റെ സാമ്യാവസ്ഥയാണ് യോഗം എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു യോഗ കർമ്മസു കൗശലം എന്ന്. അപ്പോൾ അങ്ങനെ 2 ഡെഫിനിഷൻസ് വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരില്ലേ? അതിൻ്റെ ആവശ്യമില്ല. കാരണം രണ്ടും ഒന്ന് തന്നെയാണ് പറയുന്നത്. ഒന്ന് മറ്റൊന്നിനെ മുഴുമിപ്പിക്കുന്നതാണ്. രണ്ടും കൂടി ചേരുമ്പോഴാണ് കംപ്ലീറ്റ് ആവുള്ളൂ. അത് സമത്വം എന്ന് പറയുന്നത് സമചിത്തത നേടുക എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അനുകൂലവും പ്രതികൂലവും ആയിട്ടുള്ള എല്ലാ ജീവിത അനുഭവങ്ങളിലും മനസ്സിനെ ഒരുപോലെ നിലനിർത്തിയിട്ട് സമർത്ഥമായ നിലയിൽ കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ കർമ്മസു കൗശലം എന്നുള്ളതും കൂടെ അതിൽ വന്നു. അതിനുള്ള ഒരു സാമർഥ്യം ആണ് നീ കാണിക്കേണ്ടത്. അല്ലാതെ നീ ഇങ്ങനെ ഭീരുവായിട്ട് ഓടിപ്പോവല്ലേ എന്നാണ് പറയുന്നത്. അങ്ങനെ കർമ്മയോഗി തൻ്റെ ഈ പറഞ്ഞ പോലെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുന്നതാണ് കർമ്മയോഗം. അപ്പോൾ കർമ്മയോഗി തൻ്റെ മുന്നേ ഉണ്ടായിരുന്ന വാസനകളൊക്കെ സുഹൃതമായാലും ദുഷ്കൃതമായാലും അതിൽ നിന്നൊക്കെ മുക്തനാവുന്നു. അങ്ങനെ മനസ്സ് ശാന്തമാവുന്നു. മനസ്സ് ശാന്തമായാൽ നമുക്ക് ധ്യാനം അഭ്യസനം പറ്റും. അങ്ങനെ ആ നിലയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കും. ഇതാണ് ഉപദേശിച്ചത്. ഇനി ചൊല്ലാൻ പറ്റില്ല. 51-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ 50 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ഇനി 51-ാമത്തെ ശ്ലോകം അടുത്ത ദിവസം ചൊല്ലാം. ഓക്കെ. അസ്മിൻ പരാത്മകൽപ്പേതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.